കുറ്റിക്കാട് ഭഗവതി ക്ഷേത്ര കമ്മിറ്റി, വിശ്വചൈതന്യ ക്ലബ്ബ്, അമൃതാനന്ദമയി മഠം കുറ്റിപ്പാല, വെള്ളീരി മരണാനന്തര സഹായ സമിതി എന്നിവരുടെ നേതൃത്വത്തിൽ പതിറ്റാണ്ടുകളായി പൊന്നാനി കുറ്റിക്കാട് ഭാരതപ്പുഴയോരത്ത് നടന്നുവരുന്ന ബലിതർപ്പണ ചടങ്ങ് വിപുലമായി നടന്നു. കുറ്റിക്കാട് ശ്മശാനത്തിനോട് ചേർന്നുള്ള ഭാരതപ്പുഴയോരത്ത് 2000-ൽ പരം ഭക്തജനങ്ങൾ പിതൃമോക്ഷത്തിനായുള്ള ബലിതർപ്പണത്തിനെത്തി. ആചാര്യൻ ശശികുമാർ തിരുവല്ലാമല കാർമ്മികത്വം വഹിച്ചു. സംഘാടക സമിതി ചെയർമാൻ ഇ.ജി. ഗണേശൻ, അഡ്വക്കേറ്റ് ശങ്കുട്ടി ദാസ്, കർമ്മ ബഷീർ, കാക്കൊള്ളി സോമസുന്ദരൻ, തുളസീദാസ്, അനൂപ് കൊടക്കാട്ട്, അനിൽ കുറ്റിക്കാട്, ദാസൻ നെല്ലിക്കൽ എന്നിവർ നേതൃത്വം നൽകി. വളരെ സന്തോഷകരവും വളരെ അനുഗ്രഹീതവുമായ ഒരു അവസരത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. പൊന്നാനിയിലെ ഹിന്ദു ജനസമൂഹത്തെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഭാഗ്യമാണ് ഈ ദീപാവലി വാവിനോടനുബന്ധിച്ച് തുലാമാസ വാവിൻ്റെ അന്ന് ഇത്രയും സമാധാനത്തോടും ശാന്തിയോടും തിരക്കൊന്നും ഇല്ലാതെയും സ്വസ്ഥമായും ആചാരനിബദ്ധമായിട്ടും ആ പിതൃതർപ്പണം ചെയ്യാൻ സാധിച്ചു എന്നത്. രാവിലെ 3 മണി മുതൽ ആരംഭിച്ചിട്ടുള്ള പിതൃതർപ്പണത്തിൽ ഏതാണ്ട് 2000-ന് മുകളിൽ ആളുകൾ ഇതിനോടകം തന്നെ യാതൊരു തിരക്കും ഇല്ലാതെ, യാതൊരു കോലാഹലങ്ങളും ഇല്ലാതെ വളരെ ആചാരനിഷ്ഠയോടുകൂടി ആചാര്യൻ പറഞ്ഞു കൊടുക്കുന്നത് ഏറ്റവും ചൊല്ലിക്കൊണ്ട് യഥാവിധി കർമ്മങ്ങൾ നിർവഹിക്കുകയും അതിനുശേഷം തർപ്പണം ചെയ്തിട്ടുള്ള കർമ്മത്തിൻ്റെ സാമഗ്രികൾ ഭാരതപ്പുഴയിൽ തന്നെ ഒഴുക്കുകയും സ്നാനം നിർവഹിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഹിന്ദുക്കളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രാധാന്യമുള്ള ഒന്നാണ് പിതൃപക്ഷാചരണം എന്ന് പറയുന്നത്. 5 ആചരണങ്ങളിൽ ഏറ്റവും പ്രധാനമാണ് ദേവന്മാരെ ആചരിക്കുന്നത് പോലെ, ഗ്രന്ഥങ്ങളെ ആചരിക്കുന്നത് പോലെ, സഹജീവികളെ ആചരിക്കുന്നത് പോലെ, പക്ഷിമൃഗാദികളെ ആചരിക്കുന്നത് പോലെ പിതൃക്കളെ ആചരിക്കുക എന്ന് പറയുന്നത് ധർമ്മത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗീതമാണ്. എല്ലാ ദിവസവും നിത്യാചരണം വേണ്ടതാണ് പിതൃക്കൾക്ക്. അതിൽ തന്നെ ഏറ്റവും പ്രാധാന്യമുള്ള 4 വാവിൻ്റെ ആചരണങ്ങളുണ്ട്. കർക്കിടകത്തിന്, തുലാമിന്, കുംഭത്തിന്, വൈശാഖത്തിന്. അതിൽ ദീപാവലി വാവ് വളരെ വിശേഷപ്പെട്ട വാവാണ്. 1 മാസം നീണ്ടു നിൽക്കുന്ന പിതൃപക്ഷത്തിന് ശേഷം എല്ലാ പിതൃക്കൾക്കും ഒന്നിച്ച് സമ്യക്കായിട്ട് ബലി കൂട്ടുന്നു എന്നുള്ളതാണ് ദീപാവലി വാവിൻ്റെ സങ്കല്പം. അങ്ങനെ ബലി സ്വീകരിക്കാൻ വന്ന പിതൃക്കൾക്ക് പിതൃലോകത്തേക്ക് മടങ്ങിപ്പോകാൻ വേണ്ടി ആകാശദീപം കൊളുത്തുന്നതിൻ്റെ സങ്കല്പത്തിലാണ് ദീപാവലിയിൽ ഈ പടക്കങ്ങൾ പൊട്ടിക്കുന്നതും വിളക്കുകൾ കൊളുത്തുന്നതും. അപ്പം അത്രയും വിശേഷമായിട്ടൊരു ആചരണമാണ്. അത് യഥാവിധി ഒരിക്കലോടുകൂടി തിരക്കൊന്നുമില്ലാതെ വളരെ സമാധാനത്തോടു കൂടി നിർവഹിക്കാൻ ഇവിടെ നമ്മുടെ നാട്ടിൽ തന്നെ ഒരു സൗകര്യം ഉണ്ടാവുന്നു എന്നുള്ളത് വലിയ സന്തോഷമുള്ള കാര്യമാണ്. വളരെ ഭംഗിയായി കാര്യങ്ങൾ നിർവഹിക്കാൻ സാധിച്ചു. തീർച്ചയായിട്ടും ഇതിൻ്റെ പിന്നിൽ 2-3 ദിവസത്തെ ഒരു കഠിനാധ്വാനം തന്നെ ഉണ്ട്. അതിനുവേണ്ടി പ്രവർത്തിച്ച എല്ലാവർക്കും ഈ അവസരത്തിൽ നന്ദി രേഖപ്പെടുത്തുകയാണ്. പ്രത്യേകിച്ച് നമ്മുടെ അമൃതാനന്ദമയി മഠം കുറ്റിപ്പാല, കൂടാതെ വെള്ളീരി മരണാനന്തര സഹായ സമിതി, കുറ്റിക്കാട് ക്ഷേത്ര കമ്മിറ്റിയും വിശ്വചൈതന്യ ക്ലബ്ബും സംയുക്തമായി വളരെ ഭംഗിയായി തന്നെ ഈ കാര്യം നിർവഹിച്ചു. അതെല്ലാവർക്കും ഒരുപാട് നന്ദി. കൂടാതെ നമ്മളോടൊപ്പം സഹകരിച്ച് എല്ലാ കാര്യങ്ങൾക്കും സഹകരിച്ച പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിന് ഒരുപാട് നന്ദി പറയുന്നു. അതേപോലെ തന്നെ ഫയർഫോഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിന്, ടോമ കെയർ, എല്ലാവർക്കും സഹകരിച്ച എല്ലാവർക്കും, നമ്മുടെ പൊന്നാനി നഗരസഭയ്ക്കും ഈ അവസരത്തിൽ നന്ദി രേഖപ്പെടുത്തുകയാണ്. തികച്ചും അടുത്ത വർഷവും വളരെ ഗംഭീരമായി നടത്താൻ സാധിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി നിർത്തുന്നു. നന്ദി. ആതുര സേവന രംഗത്ത് പൊന്നാനിയുടെ പോരായ്മയ്ക്ക് പരിഹാരം. ബെൻസി പോളിക്ലിനിക്, അക്ബർ ഗ്രൂപ്പ് ഓഫ് ഇന്ത്യയുടെ പുതിയ സംരംഭം. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന സുസജ്ജമായ അത്യാഹിത വിഭാഗം. ENT, നേത്രരോഗ വിദഗ്ധൻ, ഡെർമറ്റോളജിസ്റ്റ്, ജനറൽ ഫിസിഷ്യൻ, അസ്ഥിരോഗ വിദഗ്ധൻ, പീഡിയാട്രിഷ്യൻ, സൈക്കാട്രിസ്റ്റ്, ഫാമിലി മെഡിസിൻ ഡോക്ടർ, സൈക്കോളജിസ്റ്റ് തുടങ്ങിയ വിഭാഗങ്ങളിൽ വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനം. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഹോം കെയർ സർവീസുകൾ. ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യകളോടെയുള്ള TMT, എക്കോ, എക്സ്റേ വിഭാഗങ്ങൾ. പെയിൻ ക്ലിനിക്, മികച്ച മെഡിക്കൽ ലബോറട്ടറി ആൻഡ് സ്കാനിംഗ് സെന്റർ, ഡോക്ടർ ഓൺ കോൾ സൗകര്യം, രക്തസാമ്പിൾ ശേഖരണം, അത്യാധുനിക സൗകര്യങ്ങളോടെ കാർഡിയാക് മോണിറ്ററി ICU തുടങ്ങിയ ആരോഗ്യ പരിപാലനത്തിന് വേണ്ട എല്ലാ സൗകര്യങ്ങളോടും കൂടി ബെൻസി പോളിക്ലിനിക് ആൻഡ് ഫാർമസി, പൊന്നാനി റോഡ്, ചന്തപ്പടി, പൊന്നാനി.